ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ദിലോം കാ മിലൻ എന്ന യൂണിറ്റിലെ ദില്ലീമേ മുനീന്തെ എന്ന ചാപ്റ്ററിൽ 2 പാർട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ അതിന്റെ ബാക്കി നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ. വഹ് ബതാता है कि जिस सीट पर मैं बैठी हूँ उसके नीचे उसका बक्सा है जिसमें एक कंबल है, एक जोड़ी कपड़े है और एक कटोरा है. कटोरा पानी पीने के काम भी आता है और खाना रखने के भी. അപ്പൊ എന്താണ് പറയുന്നത് നോക്കാം. വഹ് ബതാता है कि जिस सीट पर मैं बैठी हूँ उसके नीचे उसका बक्सा है. അപ്പോ നമ്മുടെ ലേഖിക ചോദിച്ചു നിന്റെ സാധനങ്ങളോ എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതിലാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അതാണ് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇന്ന് ഇവിടെ പറയുന്നത് വഹ് ബതാता है कि, എന്നിട്ട് അദ്ദേഹം പറയുന്നു कि जिस सीट पर मैं बैठी हूँ उसके नीचे उसका बक्सा है. അപ്പോ ഞാൻ ഏത് സീറ്റിലാണോ ഇരിക്കുന്നത് അതിന്റെ താഴെയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബോക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ജിസ്മേ എക് കമ്പൽ ഹെ, അതില് ഒരു കമ്പൽ മീൻസ് കമ്പിളി, കമ്പിളി പുതപ്പുണ്ട്. എക് ജോഡി കപ്പടേ ഹെ, ഒരു ജോഡി ക്ലോത്ത്സ് ഉണ്ട്. ഔർ എക് കട്ടോര ഹെ, അതുപോലെ ഒരു പാത്രവും ഉണ്ട് എന്നാണ് പറയുന്നത്. കട്ടോര പാനി പീനേക്ക് കാം ഭി ആത്താ ഹെ ഔർ ഖാന രഖ്നേക്ക് ഭി. അപ്പോ ആ കട്ടോര മീൻസ് പാത്രം. ആ പാത്രം എന്തിനാണ്? വെള്ളം കുടിക്കാനായിട്ടുള്ള ആവശ്യത്തിന് ഉപകാരപ്പെടും. പിന്നെ ഭക്ഷണം വെക്കാനായിട്ടും ഉപകാരപ്പെടും. അങ്ങനെയുള്ള ഒരു പാത്രമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, കഠോര പാനി പീനേക്ക് കാമ്പി ആത്താ ഹെ और खाना रखने के भी. ആ ഖാന കഹാ ഖാത്തേ ഹെ. അപ്പൊ നമ്മുടെ ലേഖിക ചോദിക്കുകയാണ്. ആരാണ് നമ്മുടെ ലേഖിക? ഗഗൻ ഗിൽ. നിങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? ആ ഖാന കഹാ ഖാത്തേ ഹെ. നിങ്ങൾ ഭക്ഷണം എവിടെ നിന്നാണ് കഴിക്കുന്നത്? കിസി ബി ഢാബേ മേ. അപ്പം നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയണ, ആ വ്യക്തി പറയാണ് ഏതെങ്കിലും ഒരു വഴിയോര കടയിൽ നിന്നും കഴിക്കും. അതായത് ഈ റോഡരികിലൊക്കെ കാണുന്ന ചെറിയ കടയിൽ നിന്നാണ് കഴിക്കുക എന്നാണ് പറയുന്നത്. ഔർ ബാത്റൂം കേലിയെ, പിന്നെ നമ്മുടെ ലേഖിക ചോദിക്കുന്നുണ്ട് അപ്പോ ബാത്റൂമിലൊക്കെ പോകുന്നത് എങ്ങനെയാണ്, എവിടെയാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡ്രൈവർ അദ്ദേഹം പറയുകയാണ് പബ്ലിക് ശൗചാലയ ഹെ, नहा में कहीं भी लेता हूँ, सड़क के किनारे किसी भी नल पर, अक्सर पंचकुड़िया रोड पर नहाता हूँ. इतवार के दिन वह जगह ठीक है, वहाँ मेरे जैसे कई लोग आते हैं. അപ്പോൾ നമ്മുടെ ലേഖിക ചോദിച്ചു ബാത്റൂമൊക്കെ ഏതാണ് യൂസ് ചെയ്യാറ് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വ്യക്തി, ഡ്രൈവർ പറയാണ് പബ്ലിക് ശൗചാലയ ഹെ, പബ്ലിക് ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യാറ്. നഹാമേ കഹി ബി ലേത്താഹു, പിന്നെ കുളിക്കാനാണെങ്കിൽ ഞാൻ എവിടെ വേണേലും കുളിക്കുമെന്നാണ് പറയുന്നത്. സഡക് കെ കിനാരെ കിസി ബി നൽ പർ. അപ്പോൾ ഈ നമ്മുടെ റോഡരികിലൊക്കെ ഉള്ള പൈപ്പിൽ നിന്നൊക്കെയാണ് സാധാരണ അദ്ദേഹം കുളിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. അക്സർ പഞ്ച്കുടിയ റോഡ് പർ നഹാത്താഹു. എന്നിട്ട് പറയാ സാധാരണ പഞ്ചകുടിയ റോഡ് പർ നഹാത്താഹു. പഞ്ചകുടിയ എന്ന സ്ഥലത്ത് അവിടെയുള്ള ആ റോഡരികിനുള്ള ടാപ്പിൽ നിന്നാണ് സാധാരണ കുളിക്കാറ് എന്നാണ് പറയുന്നത്. അത് ഏത് ദിവസങ്ങളിലാ? ഇഥവാർ കേദിൻ, ഞായറാഴ്ച ദിവസങ്ങളിൽ. വഹ ജഗ ടീക് ഹെ, ആ സ്ഥലം നല്ലതാണ്. വഹാ മേരെ ജൈസെ കൈ ലോഗ് ആത്തെ ഹെ, അവിടെ എന്നെ പോലെ ഒരുപാട് ആളുകൾ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മേരാ ഘർ ആ ഗയാ ഹെ, ഉസ്കാ മീറ്റർ ദേഖ്തി ഹൂം തോ ശക് ഹോത്താ ഹെ कि रास्ते में कहीं अटक तो नहीं गया था, उससे पूछती हूँ आपका मीटर ठीक तो है ना. അപ്പൊ ഇനി എന്താണ് നോക്കാം നമുക്ക്. മേരാ ഘർ ആ ഗയാ ഹെ, അങ്ങനെ ലേഖികയുടെ വീടെത്തി. ഉസ്കാ മീറ്റർ ദേഖ്തി ഹൂ तो शक होता है कि रास्ते में कहीं अटक तो नहीं गया था. അപ്പോ ലേഖികയുടെ വീടെത്തി. അപ്പൊ എന്താ പറയുന്നത്? ഉസ്കാ മീറ്റർ ദേഖ്തി ഹൂ तो शक होता है कि रास्ते में कहीं अटक तो नहीं गया था. അപ്പൊ എന്താണ്? ഓട്ടോയുടെ മീറ്റർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഗഗൻ ഗില്ലിന് എന്താണ്? ഒരു സംശയം തോന്നുവാണ്. എന്തായിരുന്നു ആ സംശയം? ഈ രാസ്തേ മേ കഹി അടക് തോ നഹി ഗയാ ഥാ.
ആ വഴിയിൽ എങ്ങും വെച്ചിട്ട് എന്താണ് ആ മീറ്റർ സ്റ്റക്ക് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അക്ക മീറ്റർ ടീക് തോ ഹേന. അപ്പൊ ആ വ്യക്തിയോട് നമ്മുടെ ലേഖിയ ചോദിക്കുകയാണ്, നിങ്ങളുടെ മീറ്റർ ശരി തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ പറയുന്നത് നോക്കാം. वह कहता है, जी बिल्कुल ठीक, पिछले 6 साल से एक पैसे का फर्क नहीं. അപ്പം അദ്ദേഹം പറയാണ്, ആ, ജി ബിൽക്കുൽ ठीक, അതെ അതെ ഇത് ഓക്കെ ആണ്. പിछले 6 साल से एक पैसे का फर्क नहीं, കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു പൈസ പോലും ഇങ്ങനെ വ്യത്യാസം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. उतरते उतरते उससे पूछती हूँ, सुनिए क्या हम कल किसी समय मिल सकते हैं. ആ അപ്പൊ അങ്ങനെ ലേഖിക ഇറങ്ങുന്ന സമയത്ത് ഉതർത്തെ ഉതർത്തെ ഉസ്സെ പൂച്ച്തി ഹും, ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സുനിയെ നോക്കൂ, കേൾക്കൂ, ക്യാ ഹം കൽ കിസി സമയ മിൽ സക്തേ ഹെ, നാളെ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണുവാനായിട്ട് പറ്റുമോ എന്ന് നമ്മുടെ ലേഖിക അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോ ആ വ്യക്തി ചോദിക്കുകയാണ്, ക്യോ, എന്തിനാണ്. വഹ് ജാനന ചാഹത്താ ഹെ, അത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. മേ ആപ്കെ ബാരെ മേ സബ് ജാനന ചാഹത്തി ഹും. അപ്പൊ നമ്മുടെ ലേഖ്യ പറയാണ്, എനിക്ക് താങ്കളെ കുറിച്ച് എല്ലാം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഉസേ പൂച്ച് ഉസേ കുച്ച് ഹോഗ ക്യാ ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയെ കുച്ച് കരേഗി. ആ അപ്പോ എനിക്ക് താങ്കളെ കുറിച്ച് അറിയണമെന്ന് നമ്മുടെ ലേഖിയെ പറയുന്നു. അപ്പോ എന്താണ് പറയുന്നത്, ആ വ്യക്തി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഉസേ കുച്ച് ഹോഗ, ആ എന്താണ് അദ്ദേഹം ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ. ഓക്കെ, ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയെ കുച്ച് കരേഗി. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ ചോദിക്കുകയാണ് ലേഖയോട്, ഗഗൻ ഗില്ലിനോട് ചോദിക്കുകയാണ്, ഉസ്സേ കുച്ച് ഹോഗ, എന്നെ കുറിച്ച് താങ്കൾ അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ. ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയെ കുച്ച് കരേഗി. ആ അപ്പൊ എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതുകൊണ്ട് സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, ഞാൻ എന്റെ കാര്യങ്ങള് താങ്കൾക്ക് പറഞ്ഞു തന്നാല് സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമ്മുടെ ഡ്രൈവർ ലേഖയോട് ചോദിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. यह तो कह नहीं सकती, लेकिन अगर आप बात करने के लिए हाँ करें तो कम से कम आम लोगों को आपके जीवन के बारे में पता चलेगा. അപ്പൊ എന്താണ്, यह तो कह नहीं सकती, അപ്പോൾ ലേഖിക പറയുന്നുണ്ട്, അതെനിക്ക് പറയാനായിട്ട് പറ്റില്ല. लेकिन अगर आप बात करने के लिए हाँ करें तो कम से कम आम लोगों को आपके जीवन के बारे में पता चलेगा. അപ്പൊ ലേഖ്യ പറയുന്നുണ്ട്, അതെനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സംസാരിക്കാൻ ഓക്കെ പറയുകയാണെങ്കിൽ, ഹാക്കരെ ഓക്കെ പറയുകയാണെങ്കിൽ, കംസേ കം ആം ലോഗോങ്കോ, അതായത് സാധാരണ ജനങ്ങൾക്ക് ആപ്കെ ജീവൻ കെ ബാരെ മേ പതാ ചലേഗ, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും എന്നാണ് നമ്മുടെ ലേഖിക പറയുന്നത്. അവർ ആപ്കോ ക്യാ മിലേഗ. ആ അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, താങ്കൾക്ക് ഇതുകൊണ്ട് എന്താണ് നേട്ടം, ഇതിൽ നിന്ന് എന്താണ് കിട്ടുക. मैं अपना काम कर रही होंगी, मैं റേഡിയോ കെ ലിയെ പ്രോഗ്രാം ബനാ രഹി ഹൂ. പറയാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ലേഖ്യ പറയുന്നു, ഞാൻ എന്റെ ജോലി ചെയ്യുകയാണ്. മേ അപ്ന കാം കർ രഹി ഹൂങ്കി, മേ റേഡിയോ കെ ലിയെ പ്രോഗ്രാം ബനാ രഹി ഹൂ. ഞാൻ റേഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മുടെ ഗഗൻ ഗിൽ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറയുന്നത്. ഓക്കെ, ठीक है, मैं सब समझ रहा हूँ, आपके पास भी कोई ताकत नहीं है, आप भी मेरे जैसी है, मैं रोड पर सवारी ढूंढता हूँ और आप कहानी, अगर मेरी कहानी सुनने से आपका काम होता है तो मैं आ जाऊंगा. അപ്പോ എന്താണ് പറയുന്നത് അവിടെ, ठीक है, ഓക്കെ, मैं सब समझ रहा हूँ, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു. आपके पास भी कोई ताकत नहीं है. ആ വ്യക്തി എന്നിട്ട് പറയാണ് ലേഖയോട്, താങ്കളുടെ പക്കലും പ്രത്യേകിച്ച് താക്കത്ത് മീൻസ് പവർ, ശക്തി ഒന്നും ഇല്ല, അതായത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ അദ്ദേഹത്തെ സഹായിക്കാനോ അങ്ങനെ ഒന്നുമില്ല, ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് നമ്മുടെ ഡ്രൈവർ പറയാണ്. ആ ഭി മേരെ മേരെ ജേസി ഹെ, താങ്കളും എന്നെ പോലെ തന്നെയാണ്. മേ റോഡ് പർ സവാരി ഢൂണ്ട്താ ഹൂ,
और आप കഹാനി. അപ്പൊ എന്താണ് പറയുന്നത്? ഞാൻ റോഡിൽ ഇങ്ങനെ യാത്രക്കാരെ അന്വേഷിക്കുന്നു. നിങ്ങളാണെങ്കിലോ, നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ്? കഥകളാണ് അല്ലെ? ആ, അഗർ മേരി കഹാനി സുനനെ സെ ആപ്കാ കാം ഹോത്താ ഹെ തോ മേ ആ ജാഊംഗ. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ സ്റ്റോറി കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നുണ്ട്. കിത്തനെ ബജെ, എത്ര മണിക്കാണ് ഞാൻ വരേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലേഖിക പറയുന്നു, സുബ 10 ബജെ, രാവിലെ 10 മണിക്ക്. ബഹുത് അച്ച, വളരെ നല്ല കാര്യം. अगले दिन वह आता है मेरे घर. करीब 5.5 फीट ऊंची उसकी दुबली काया बड़े कमरे के दरवाजे पर ही सिकुड़ जाती है. वह सोफा पर नहीं, फर्श पर बैठ जाता है. എന്താണ്? അഗലെ ദിൻ വഹ ആത്താ ഹെ, അടുത്ത ദിവസം ആ വ്യക്തി വരുന്നു. മേരെ ഘർ, എന്റെ വീട്ടിലേക്ക്. करीब 5.5 फीट ऊंची उसकी दुबली काया बड़े कमरे के दरवाजे पर ही सिकुड़ जाती है. അപ്പോ അങ്ങനെ എന്താണ്? 5.5 ഫീറ്റ്, 5.5 അടി ഉയരമുള്ള ആ ഒരു വ്യക്തിയുടെ ദുബലാകായ, എങ്ങനെയുള്ള ശരീരമാണ്? ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ള ആ ശരീരം ബഡേ കമരേക്ക് ദർവാസെ പർ ഹി സികുഡ് ജാത്തി ഹെ. എന്താണ്? അങ്ങനെ മെലിഞ്ഞ് ഉണങ്ങിയ ആ ശരീരം ആ വലിയ റൂമിന്റെ ഡോറിന്റെ അവിടെ തന്നെ ഇങ്ങനെ വന്നിങ്ങനെ കൂനിക്കൂടി ഇരിക്കുവാണ്. സികുഡ് ജാത്തി ഹെ എന്ന് വെച്ചാൽ ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുക. അപ്പൊ അവിടെ വന്നിങ്ങനെ കൂനിക്കൂടി ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. വഹ സോഫ പർ നഹി, ആ വ്യക്തി സോഫയിലല്ല ഇരിക്കുന്നത്. ഫർഷ് പർ ബൈറ്റ് ജാത്താ ഹെ, നിലത്താണ് ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുന്നത്. മുझे यही बैठा रहने दीजिए, मैं आपका सोफा गंदा नहीं करना चाहता. അപ്പൊ എന്നിട്ട് പറയാണ്, മുझे यही बैठा रहने दीजिए, എന്നെ ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് അനുവദിക്കൂ എന്നാണ് പറയുന്നത്. मैं आपका सोफा गंदा नहीं करना चाहता, ഞാൻ താങ്കളുടെ സോഫ അഴുക്കാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആര് പറയുന്നു? നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ. मैं कल की अपनी जान पहचान के नाते उसे दोस्ताना मुस्कान देती हूँ. उसके शरीर में, चेहरे पर, हाथ पाँव में इतनी सारी नीली रगें हैं, मैंने पहले नहीं देखा था. वह बैठता है तो जैसे सारी भूख प्यास उसके साथ बैठ जाती है. അപ്പൊ എന്താണ്? मैं कल की अपनी जान पहचान के नाते उसे ദോസ്താന മുസ്കാൻ ദേത്തി ഹു. ഞാനാണെങ്കിൽ ഇന്നലത്തെ പരിചയം കാരണം ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് ആ വ്യക്തിയെ നോക്കി ചിരിക്കുന്നത്. उसके शरीर में, चेहरे पर, हाथ पाँव में इतनी सारी नीली रेगे है, मैंने पहले नहीं देखा था. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഉസ്കെ ശരീർ മേം, ആ വ്യക്തിയുടെ ശരീരത്തില്, ചേഹരെ പർ, മുഖത്ത്, അതുപോലെ ഹാത്ത് പാവുമേം, പിന്നെന്താണ്, കയ്യിലും കാലിലും ഒക്കെ, ഇത്തനി സാരി നീലി രഗേ ഹെ മേനെ പേലെ നൈ ദേഖാ ഥാ. അദ്ദേഹത്തിന്റെ ശരീരത്തില്, മുഖത്ത്, അതുപോലെ തന്നെ കയ്യിലും കാലിലും ഒക്കെ എന്താണ്, അദ്ദേഹത്തിന്റെ ആ ശരീരം മൊത്തത്തിൽ എന്താണ്, അത്രയും അധികം നീല കളറിലുള്ള ഞരമ്പുകൾ ഇങ്ങനെ പോണതായിട്ട് കാണാം. वह बैठता है तो जैसे सारी भूख प्यास उसके साथ बैठ जाती है. അപ്പോ ഇങ്ങനെ ഈ പറയുന്നുണ്ട്, മെനെ പെഹലെ നഹി ദേഖാ ഥാ, ഇങ്ങനെ ഈ ഞരമ്പ് ഉള്ളതായിട്ട് ആദ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വ ബൈഠ്താ ഹെ तो जैसे सारी भूख प्यास उसके साथ बैठ जाती है. പിന്നെന്താണ്? അതുപോലെ തന്നെ ആ വ്യക്തി ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ദാഹവും വിശപ്പും ഒക്കെ ആ വ്യക്തിയോട് കൂടി ഇരിക്കുന്ന പോലെയാണ് തോന്നിയത്. കുച്ച് ചായ് വഗേര ഇല്ലെങ്കിൽ, അപ്പോ ലേഖിക ചോദിക്കുവാണ്, ചായയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ എടുക്കട്ടെ എന്ന് ചോദിക്കുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം മക്കളെ. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. അപ്പോൾ മെസ്സേജ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കൂ. നന്നായിട്ട് പഠിക്കാം. ഓക്കെ.